വ്യത്യസ്തമായ ഒരു വിലാപയാത്രയാണ് എനിക്ക് പിന്നിലായി കടന്നു വരുന്നത്. കോട്ടയം കുറിച്ചി നിവാസികളാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു വിലാപയാത്ര നടത്തുന്നത്. കുറിച്ചിയിലെ സജീവോത്തമപുരം സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ തുടങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രിയുടെ ഒരു പ്രതീകാത്മകമായി ആശുപത്രി മരിച്ചു എന്ന് കാട്ടിക്കൊണ്ട് ഈ ആശുപത്രിയുടെ ഒരു ശവമഞ്ചൽ ഏറിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിലാപയാത്രയുമായി ആളുകൾ കടന്നു വരുന്നത്. മുൻപ് ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നതാണ്, 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്നതാണ് ഈ ആശുപത്രി. എന്നാൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സയില്ല. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള സമരങ്ങൾ നാട്ടുകാർ നടത്തിയിരുന്നു. എന്നാൽ ഒരു തരത്തിലുമുള്ള സമരങ്ങൾ ഫലം കാണാതെ വന്നതോടുകൂടിയാണ് വളരെ വ്യത്യസ്തമായ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇപ്പോൾ നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വലിയൊരു ജനാവലിയുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ ഒരു വിലാപയാത്ര കടന്നു പോകുന്നത്. എന്താണ് നമ്മളുടെ ഒരു ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആശുപത്രിയിൽ കഴിഞ്ഞ 70 വർഷമായി കിടത്തി ചികിത്സ ഉണ്ടായിരുന്നതാണ്. ആ കിടത്തി ചികിത്സ നിർത്തലാക്കിയിട്ട് ഇപ്പോൾ 4.25 വർഷമാവുകയാണ്. അതുപോലെ 24 മണിക്കൂർ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സ്റ്റാറ്റസ് തകർത്തുകൊണ്ട് ഇന്നത് വെറും ഒരു സാധാരണ ഒരു ക്ലിനിക്ക് മാത്രമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ 52 ബെഡുകൾ ഉണ്ടായിരുന്ന കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു ഈ ആശുപത്രിയിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വാർഡ് ഉണ്ടായിരുന്നു, പ്രസവ വാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാതായി ഒരു ഡിസ്പെൻസറി പോലെ ഈ ആശുപത്രി മാറി. കുറിച്ചിയിലെ മാത്രമല്ല, നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം ഒരു 4-5 പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി അവർ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു സർക്കാർ ആശുപത്രിയാണ്. ഇത്രയും കാലം ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രി പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ അവിടെ IP നിർത്തലാക്കി. അതിന് 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആ കെട്ടിടങ്ങളും പൊളിച്ചു കളഞ്ഞു. അത് പുതിയതായി പണിയാനുള്ള യാതൊരു നടപടിയും ഇന്നുവരെ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ 9 മാസമായി ഇവിടെ ആശുപത്രി സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭണം അതിവിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വരുന്ന സാധാരണ അണികൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലുള്ള സങ്കുചിതമായ മറ്റ് രാഷ്ട്രീയമോ മത സമുദായ ചിന്താഗതികളോ ഒന്നുമില്ല. ഈ ഒരു ഡിമാൻഡ് നേടിയെടുക്കുക എന്നത് മാത്രമാണ് ഈ സമരത്തിന്റെ താല്പര്യം. എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു സമരമാണ്. ഈ ആശുപത്രിയിൽ 24 മണിക്കൂറും കിടത്തി ചികിത്സ ആരംഭിക്കണം, പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട വിവിധ പ്രക്ഷോഭങ്ങൾ ഇവർ നടത്തിയെങ്കിലും അതൊന്നും ഫലം കാണാതെ വന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആശുപത്രി മരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതീകാത്മകമായി ഒരു ശവപ്പെട്ടിയിൽ ആശുപത്രിയെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. കോട്ടയം കുറിച്ചി സജീവോത്തമപുരം CHC ആശുപത്രിയിൽ കിടത്തി ചികിത്സയടക്കം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഒരു വിലാപയാത്രയായി തന്നെ ഇപ്പോൾ കടന്നു പോവുകയാണ്.